CBSE നീറ്റ് പരീക്ഷകളിലുണ്ടായ ക്രമക്കേടുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെയും ചർച്ചകൾ നടത്താതെയും സമരത്തെ സർക്കാർ അടിച്ചമർത്തുകയാണെന്ന് LIC ജീവനക്കാരുടെ സംഘടന. സോനം വാങ്ചുക്കിന്റെ അറസ്റ്റിൽ LIC എംപ്ലോയീസ് യൂണിയൻ പ്രതിഷേധിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് ജന്തർ മന്ദറിൽ നിരാഹാരം സമരം നടത്തിയ പ്രമുഖ വിദ്യാഭ്യാസ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചും സമരം തുടരുന്ന യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുമാണ് ഇൻഷുറൻസ് ജീവനക്കാർ LIC എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ LIC ഓഫീസുകൾക്ക് മുന്നിൽ ഗേറ്റ് മീറ്റിംഗ് നടത്തിയത്. കോഴിക്കോട് മാനാഞ്ചിറ LIC ഡിവിഷണൽ ഓഫീസ് പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗം SZIEF ജോയിന്റ് സെക്രട്ടറി IK ബിജു ഉദ്ഘാടനം ചെയ്തു. 1 ലക്ഷം കുട്ടികളാണ് അതിന്റെ മാറ്റിവെച്ചതിന്റെ അതിലെ കൃത്രിമം നടന്നതിന്റെ ദുരിതം അനുഭവിച്ചിട്ടുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. 21 കുട്ടികൾ ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചു. ആ 21 പേര് നമ്മുടെ വീടുകളിലാകാതിരുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും എന്തോ ഭാഗ്യം എന്ന് നമുക്ക് കരുതാം. എത്രമാത്രം അലംഭാവത്തോടു കൂടിയാണ് നമ്മുടെ ഭരണാധികാരികൾ ഇത്തരത്തിലുള്ള അപാകതകൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം ഈ സംഭവത്തോട്. LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ ജനറൽ സെക്രട്ടറി MJ ശ്രീറാം അധ്യക്ഷനായിരുന്നു. വടകരയിൽ ഗിരീഷ് ബാബു N, ഷൈനു KP, പേരാമ്പ്രയിൽ അനീഷ് PM, അശോകൻ AK, കൊയിലാണ്ടിയിൽ രേഖ K, താമരശ്ശേരിയിൽ ബിന്ദു ശങ്കർ, രാമനാട്ടുകരയിൽ H സായി സുബ്രഹ്മണ്യം, തിലക് MK, കോഴിക്കോട് ബ്രാഞ്ച് 1 രൂപ H, കോഴിക്കോട് ബ്രാഞ്ച് 2 A ഉമേഷ് എന്നിവരും പ്രതിഷേധ പരിപാടിയിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.